ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ഉപദ്രവം കൊണ്ട് നമ്മളെല്ലാവരും പൊറുതിമുട്ടിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ ടിപ്സാണ്. നമുക്ക് എങ്ങനെയാണ് അവയുടെ ഉപദ്രവം ഇല്ലാതാക്കണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇതുപോലെ പഴയ പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദ ഒരു 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പോ അതുപോലെ പുട്ടുപൊടി എന്ത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. കല്ലുപ്പോ പൊടിയുപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പും ഇതിനകത്തേക്ക് ഇട്ട ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്. വീട്ടിലുള്ള ഈ ഐറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവയുടെ ഉപദ്രവം ഇല്ലാതാക്കുന്നത്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഇതൊന്ന് ചെറിയ ഉണ്ടകളാക്കുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ ഇത് ഉണ്ടകളാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കുഴച്ച് ഉണ്ടകളാക്കി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റും എടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പൊടി നമ്മൾ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ബോളുകളാകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. മാത്രമല്ല പല്ലികളും എല്ലാം ഇത് അട്രാക്റ്റ് ചെയ്യും. ബിസ്ക്കറ്റ് പൊടിയും കൂടി ഇട്ട ശേഷം ഇത് ചെറുതായിട്ട് ബോളാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ബോളുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയും അടുത്തതായിട്ട് ഈ ചെറിയ ബോളുകൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് വെക്കാം കേട്ടോ. ഇതുപോലെ ഉപയോഗശൂന്യമായ ചില കുപ്പികളുടെ അടപ്പുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ചില ഉപയോഗശൂന്യമായ പാത്രങ്ങളൊക്കെ അതിലേക്കൊക്കെ നമുക്ക് ഈ ബോളുകളിട്ട് പല മൂലക്കൊക്കെയായിട്ട് വെക്കാം. പ്രത്യേകിച്ച് പല്ലി, പാറ്റ അങ്ങനെ ജീവികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇത് ഓരോന്നുമായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് നോക്കാം. രണ്ടാമത്തെ ട്രിക്കിനായിട്ട് ഇവിടെ ഞാൻ 4 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഈ പാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന നിത്യം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. പകരം ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് വേണ്ടത് നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ ഫിനോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷനാണ്. തറ തുടയ്ക്കാനോ പാത്രം കഴുകാനോ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വേണം. അത്യാവശ്യം രൂക്ഷഗന്ധമുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു പഴയ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്കോ ഒഴിക്കാവുന്നതാണ്. ഇനി അതുമില്ലെങ്കിൽ ഒരു ചെറിയ കുപ്പി എടുത്ത് അതിൻ്റെ അടപ്പിൽ 2-3 ദ്വാരമിട്ട് നമുക്കത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വീടിൻ്റെ പല മൂലകളിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഒരു തുണി എടുത്ത് അത് സ്പ്രേ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ്. പാറ്റയും പല്ലിയൊക്കെ കൂടുതലായി കാണപ്പെടുന്ന മൂലകളിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെ ആ ചുമരുകളൊക്കെ നമ്മളിൽ തുടച്ചെടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ സൊല്യൂഷൻ വെച്ച്. ഇനി നമുക്ക് അടുത്ത ട്രിക്ക് നോക്കാം. അതിന് ഇതുപോലൊരു ചെറിയ പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. കല്ലുപ്പോ പൊടിയുപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇതിനു വേണ്ടി ഡിസ്പോസിബിൾ ആയിട്ടുള്ള എന്ത് പാത്രമോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും എടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് നാരങ്ങ ഒഴിക്കാം. കുറച്ച് തുള്ളി നാരങ്ങ ഒഴിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ഏലക്കായയാണ് വേണ്ടത്. ഏലക്കായ്ക്ക് പകരം കരയാമ്പൂ ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഏലക്കായ 2-3 എടുത്ത് നമുക്ക് ഇതിൽ പൊട്ടിച്ചിടാം. ഇത് നമുക്ക് അടുക്കളയുടെ പല ഭാഗത്തും മാറ്റി വയ്ക്കാവുന്നതാണ്. ചെറിയ ഈച്ചശല്യം ഉള്ളിടത്തൊക്കെ ഇത് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ പല ഈച്ചകളും ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് വരാതിരിക്കും. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണ വഴി പഴയ സ്മെല്ലൊക്കെ മാറ്റി ഫ്രിഡ്ജിനൊരു പുതിയ ഒരു സ്മെല്ല് കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ മെത്തേഡുകൾ ട്രൈ ചെയ്ത് നോക്കാം.